പശ്ചിമ കൊച്ചിയിലെ കുടിവെള്ളക്ഷാമത്തിൽ എറണാകുളം നെട്ടൂർ നിവാസികൾ ഹൈക്കോടതിയെ സമീപിച്ചു. 1.5 മാസമായുള്ള ജനങ്ങളുടെ ദുരിതം ചൂണ്ടിക്കാട്ടിയാണ് കോടതിയെ സമീപിച്ചത്. ടാങ്കറുകളിലെ കുടിവെള്ള വിതരണം കാര്യക്ഷമമല്ലെന്ന് നെട്ടൂർ ജനകീയ സമരസമിതി ചെയർമാൻ പറഞ്ഞു. മോട്ടറുകൾ കേടായിട്ട് 20 ദിവസക്കാലത്തിന് ശേഷം മാത്രമാണ് മോട്ടർ അഴിച്ച് നന്നാക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുള്ളത്. ആ നന്നാക്കാൻ കൊണ്ടുപോകുന്ന ദിവസമാണ് ജില്ലാ കളക്ടറുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉടനെ ശരി യുദ്ധകാലാടിസ്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ട് അത് 3 മോട്ടറുകളും വർക്ക് ചെയ്താൽ മാത്രമാണ് 5 ലക്ഷം വരുന്ന ഈ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ വേണ്ടി സാധ്യമാവുള്ളൂ. കാരണം 90 ml വെള്ളം വേണം. പക്ഷേ ഇത് ഒരു മോട്ടർ വർക്ക് ചെയ്ത് കിട്ടുന്നത് 30 ml വെള്ളമാണ്. പിന്നെ മന്ത്രി എന്താ പറയുന്നത്, 2 മോട്ടർ ഞങ്ങളിതാ ഉടനെ വർക്ക് ചെയ്യുന്നു. 3ാമത്തെ മോട്ടർ ഇവിടെ പോയി. 3ാമത്തെ മോട്ടർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട മോട്ടറാണ്. അപ്പോൾ അതിനുവേണ്ടി 4ാമത്തെ മോട്ടർ വേണം. പുതിയ മോട്ടർ വാങ്ങിക്കേണ്ടത് ആവശ്യമാണ്. ഇന്നത്തെ നിലയ്ക്ക് ഈ 3 മോട്ടർ അത് നന്നാക്കി വെച്ചാൽ ഏത് നിമിഷവും അത് വീണ്ടും തകരാറിലാകാവുന്നതാണ്. മുഹസിന സൂചിച്ചായിരുന്നു വിവരങ്ങളുമായി. മുഹസിന, കുടിവെള്ളക്ഷാമത്തിൽ വലയുകയാണ് പശ്ചിമ കൊച്ചിക്കാർ. ഒരു ശാശ്വത പരിഹാരം ഇനിയും ഇതിന് കാണാൻ സാധിച്ചിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നെട്ടൂർ നിവാസികൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഏകദേശം 1.5 മാസത്തോളമായുള്ള ദുരിതമാണ്. അതായത് പാഴൂരിലെ പമ്പ് ഹൌസിൽ നിന്നുമാണ് ഈ പശ്ചിമ കൊച്ചിയിലെ ബഹുഭൂരിപക്ഷം പ്രദേശങ്ങളിലേക്കും വെള്ളം വിതരണം ചെയ്യുന്നത്. ഇത് പമ്പുകൾ കേടായി ഏകദേശം 20 ദിവസത്തിന് ശേഷമാണ് അറ്റകുറ്റപ്പണിക്ക് പോലും അധികൃതർ തുനിഞ്ഞത്. അതായത് 1 മാസത്തിലേറെയായുള്ള ജനങ്ങളുടെ ദുരിതം ചൂണ്ടിക്കാട്ടിയാണ് നിലവിൽ ഇപ്പോൾ ഹർജി നൽകിയിരിക്കുന്നത്. നിലവിൽ കുടിവെള്ള വിതരണം ടാങ്കറുകളിൽ എത്തിക്കുന്നുണ്ടെങ്കിലും അത് പര്യാപ്തമാകുന്നില്ല എന്നത് തന്നെയാണ് വലിയൊരു കാര്യം. മാത്രമല്ല പ്രധാനമായും പ്രധാന റോഡുകളിലും വാഹനം എത്താൻ കഴിയുന്നിടങ്ങളിൽ മാത്രമാണ് ടാങ്കറുകളിൽ വെള്ളം എത്തിക്കാനാവുന്നുള്ളൂ. അതുതന്നെ 1-2 ദിവസത്തിൽ കൂടുതൽ ആ വെള്ളം ഇവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതുമില്ല. ചിലയിടങ്ങളിലാണെങ്കിലും കൃത്യമായ ശുദ്ധജലം കിട്ടുന്നില്ല എന്ന പരാതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു ഇത്രയും നിരവധിയായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നിലവിൽ ഹൈക്കോടതിയെ ഇവർ സമീപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കാലിക്കുടമേന്തിയുള്ള സമരങ്ങളടക്കം വേദിയായ ഒരു സ്ഥലം കൂടിയാണ് നെട്ടൂർ. മരട് നഗരസഭാ പരിധിയിലുള്ള സ്ഥലമാണ്. എന്റെ കൂടെ ഇവിടെയുള്ള ആളുകളും ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇവിടെ വന്നിരുന്നു. ഇപ്പോൾ നിങ്ങൾ ജനകീയ സമിതി എല്ലാവരും തീരുമാനിച്ചിപ്പോൾ കോടതിയിൽ സമീപിച്ചിരിക്കുകയാണ്. ഇനി എന്താണ് നടപടി? നമ്മള് 1 മാസത്തിലേറെയായി ഈ വിഷയം നമ്മുടെ ഈ പശ്ചിമ കൊച്ചിയിലും ഈ നെട്ടൂരും മരട് നഗരസഭയുടെ പല പ്രദേശങ്ങളിലും ഒട്ടും വെള്ളം കിട്ടുന്നില്ല. അപ്പോഴും നമ്മളൊരു ജനകീയ സമിതി ഇവിടെ രൂപീകരിച്ചു. കഴിഞ്ഞ 15-ാം തീയതിയാണ് രൂപീകരിച്ചത്. 17-ാം തീയതി ഞങ്ങളൊരു ഉപവാസ സമരം നഗരസഭയുടെ മുന്നിൽ നടത്തി. അന്നാണ് നമ്മുടെ ജില്ലാ കളക്ടർ യോഗം 1 മണിക്ക് ക്യാമ്പ് ഓഫീസിൽ വിളിച്ചത്. അന്ന് ജില്ലാ കളക്ടർ 1 മണിക്ക് വിളിച്ച് വൈകിട്ട് നമ്മുടെ മന്ത്രി ജലവകുപ്പ് മന്ത്രി റോഷൻ അഗസ്റ്റിൻ യോഗം വൈകിട്ട് വിളിച്ചു. ഈ യോഗത്തിന് ശേഷം ഈ 26 തീയതി നമുക്ക് കുടിവെള്ളം പൈപ്പുകളിലെത്തും, അതിനുള്ള സജ്ജീകരണം ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഈ 26-ാം തീയതി വെള്ളം കിട്ടിയിട്ടില്ല. ഇന്ന് തിങ്കളാഴ്ച, ഇന്ന് 27-ആണ്. ഇന്നും ആ വർക്ക് തീർന്നിട്ടില്ല. ഇപ്പം ഇന്ന് ചില മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞത് നാളെ ട്രയൽ റൺ അടിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇത്രക്കും നീണ്ട ഒരു കാലാവധി എടുക്കേണ്ട ഒരു വിഷയമല്ല ഇത്. ഒരു മൌലിക അവകാശമാണ് ജനത്തിന്റെ. ഇതിൽ ഇത്രയോ ലാഘവത്തോടുകൂടി ഇവർ നീങ്ങുമ്പോൾ പിന്നെ ജനത്തിന് കോടതിയല്ലാതെ വേറെ രക്ഷയില്ല. നമ്മളൊരു പൊതു താല്പര്യ ഹർജി ഇന്ന് കോടതിയിൽ നമ്മൾ ഫയൽ ചെയ്തിട്ടുണ്ട്. ഇനിയെങ്കിലും ഇവരുടെ കണ്ണു തുറക്കാൻ പറ്റുമെങ്കിൽ ഈ പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാകണമെന്ന് കരുതിയാണ് നമ്മൾ കോടതിയെ സമീപിച്ചത്. സമരങ്ങൾ അനവധി നടത്തി. ഇവിടെ അരിവർക്കൽ സമരം നടത്തി, സ്ത്രീകൾ കാലിക്കുടവുമായി മാർച്ച് നടത്തി. ഇതെല്ലാം ഈ അധികാരികൾ കണ്ടതാണ്. എന്നിട്ട് കൂടി ഇത് ഇത്ര ലാഘവത്തോടെ നീങ്ങുമ്പോൾ നമുക്ക് ജനത്തിന്, സ്ത്രീകൾക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, കുളിക്കാൻ വെള്ളമില്ല, കുട്ടികൾക്ക് സ്കൂളിൽ പോകാനാണെങ്കിൽ വെള്ളമില്ല. അങ്ങനെ ആകെ മനുഷ്യരിങ്ങനെ ഞെരുങ്ങി ജീവിക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടത്? നമുക്കൊരു ഇത് കിട്ടുന്നില്ല അധികാരവർഗത്തിന് മുന്നിൽ. അതാണ് നമ്മൾ കോടതിയെ സമീപിച്ചത്. പക്ഷേ ഇത്തരത്തിൽ ദുരിതങ്ങളുടെ പട്ടിക നീണ്ടു പോവുകയാണ്. കാരണം ഒരുപക്ഷെ നെട്ടൂർ നിവാസികളായിരിക്കാം ഇത്തരത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പശ്ചിമ കൊച്ചിയിലെ വലിയൊരു പ്രശ്നം, കുടിവെള്ള പ്രശ്നം അധികൃതർ മുന്നിൽ എത്തിച്ചത്. അത് തന്നെ 20 ദിവസത്തെ ആ പ്രശ്നം ഉന്നയിച്ചിട്ട് 20 ദിവസത്തിന് ശേഷമാണ് അത് നടപടിയെടുക്കാം അല്ലെങ്കിൽ അറ്റകുറ്റപ്പണി ആരംഭിച്ചത് എന്നതുള്ളതാണ് ഏറ്റവും ഗൌരവതരമായ വിഷയം. വ്യക്തമാണ്. അതായത് പശ്ചിമ കൊച്ചിയിലെ കുടിവെള്ളക്ഷാമത്തിന് ഇനിയും ഒരു ശാശ്വത പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല.